എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും ഒരു ധൂർത്തപുത്രനോട് റിലേറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം റിലേറ്റ് ചെയ്യാൻ ഒരു മൂത്തപുത്രനോടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്താണ് ഈ മൂത്തപുത്രൻ അപ്പനോട് പറയുക? അവൻ പറയുന്ന ഇതാണ്: ഞാൻ നിൻ്റെ കൽപ്പനകളൊന്നുപോലും ലംഘിച്ചിട്ടില്ല. എത്രയോ നാളായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആനന്ദിക്കാൻ നീ എനിക്ക് ഒരാട്ടിൻകുട്ടിയെപ്പോലും തന്നില്ല. ഈ അപ്പനെ നമുക്ക് നന്നായിട്ടറിയാം. ഈ അപ്പൻ മൂത്തവൻ ചോദിച്ചാൽ ഒരാട്ടിൻകുട്ടിയെ കൊടുക്കാതിരിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ ആടിനെ തൊട്ടാൽ നീ വിവരം അറിയുമെന്ന് പറയുന്ന ഒരപ്പനാണോ ഇത്? പിന്നെ എന്തായിരിക്കും മൂത്തവൻ ഇങ്ങനെ പറയുന്നത്? ചിലർ പറയും, എൻ്റെ ബൈബിൾ ക്ലാസ്സിൽ പോലും ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അവൻ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ എടുത്തില്ലാന്ന്. തോന്നുന്നില്ല. എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സംഭവിച്ചതായിരിക്കും. അനിയൻ പടിയിറങ്ങിപ്പോയിട്ട് കുറേ നാളുകൾക്ക് ശേഷം, 1-2 മാസങ്ങൾക്ക് ശേഷം മൂത്തവൻ അപ്പനോട് ചോദിച്ചിട്ടുണ്ടാവും, അപ്പാ നാളെ എൻ്റെ ബർത്ത്ഡേയാണ്, കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഞാനൊരു പാർട്ടി നടത്തിക്കോട്ടെ. അവിടെ പാർട്ടി ഒരു ആടിനെ എല്ലാവരും കൂടെ കൂടി പൊരിച്ച് വെച്ചിട്ട് വട്ടത്തിലിരുന്ന് കഴിക്കുകയാണ്. അപ്പൻ ഒക്കില്ല എന്ന് പറഞ്ഞു കാണില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞു കാണും: മോനെ, കൊച്ചില്ലല്ലോടാ, കൊച്ചില്ലാതെ എന്ത് പാർട്ടിയാണ് നമുക്ക്? അപ്പനത് ചിന്തിക്കാൻ ഒക്കുന്നില്ലടാ. 1 വർഷം കഴിഞ്ഞിട്ട് ഈ മൂത്തവൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ടാവും, അപ്പാ അങ്ങേ വീട്ടിലെ സൂസനെ എനിക്കിഷ്ടമാണ്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ. അപ്പം പറഞ്ഞു കാണും: മോനെ, കൊച്ചു വരട്ടടാ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. കൊച്ചില്ലാതെ നമുക്കൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കുമോ? ഇവൻ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഒരു ബംഗാളി ജോലി ചെയ്യുന്ന പോലെ ജോലി ചെയ്യുന്നുണ്ട്. ഇവൻ പ്രധാനപ്പെട്ട കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടുമില്ല. അതൊക്കെ വേണം. പക്ഷേ ഇവനിൽ നിന്ന് ഈ അപ്പൻ പ്രതീക്ഷിച്ചിരുന്നത് എന്താ? അനിയൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എല്ലാ ദിവസവും കഞ്ഞിയും ചമ്മന്തിയും മാത്രമുള്ള ഈ വീട്ടിൽ, ഒരിക്കലും ഇച്ചിരി ഇറച്ചി വാങ്ങിക്കാത്ത ഈ വീട്ടിൽ ഈ ചേട്ടൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? അനിയൻ്റെ അടുത്ത് ചെന്ന് പറയണമായിരുന്നു: മോനെ, അപ്പം പട്ടിണിയാടാ, കൊച്ചില്ലാതെ വീട്ടിൽ സന്തോഷമൊന്നുമില്ല. മോനെ, കാശല്ലേ പോയത്, അത് നമുക്കുണ്ടാക്കാം, നീ തിരിച്ചു വാ, നീയാ ഞങ്ങൾക്ക് പ്രധാനം. ഇങ്ങനെ പറയുന്ന ഒരു ചേട്ടനായി അവൻ മാറിയിരുന്നെങ്കിൽ അവൻ അപ്പൻ്റെ ഹൃദയത്തിന് പറ്റിയ ചേട്ടനായിരുന്നേനെ. അങ്ങനത്തെ ഒരു മൂത്തപുത്രൻ ഒരിക്കലും അപ്പൻ്റെ ചങ്കിൽ നിന്ന്, അപ്പൻ്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെയും ഏറ്റവും വലിയ ടെംപ്റ്റേഷൻ അനിയനെ തേടിയിറങ്ങുന്ന ഒരു മനസ്സ് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അനിയനെ അപ്പൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാത്ത ഓരോ ദിവസവും ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നകലുകയാണ് എന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാം. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം ഹൃദയം കൊണ്ട് പന്നിക്കൂട്ടിലായിരിക്കുന്ന അനേകരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കാലമാണെന്ന് നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം 5 ഭൂഖണ്ഡങ്ങളിലും നമ്മളറിയാത്ത അനേകം മനുഷ്യർ മരിച്ചു വീർത്ത ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായി എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനകളും വചനങ്ങളുടെ ഉരുവിടലുകളുമൊക്കെ നടത്തുന്നതാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.